അവിടെ ചേട്ടാ ഒരു മുറി എന്നാണല്ലോ പറഞ്ഞത്, ഞാൻ 2 മുറി കണ്ടല്ലോ. 2 മുറി കണ്ടല്ലോ, മോന്റെ മുറിയും പിന്നെ ഒരു മുറിയും കൂടെ കണ്ടല്ലോ ഇവിടെ അല്ലേ? ആ അത് തിയേറ്ററാണ്. അതിപ്പോ അത് ഹോം തിയേറ്ററും ഇതാക്കി ഇട്ടേക്കുന്നതാണല്ലേ? അതെന്താ ചെയ്യാത്ത? ആർക്കും താല്പര്യമൊന്നുമില്ല. ആണോ? ആദ്യത്തെ ആവശ്യം മാത്രം ഉണ്ടായുള്ളത്. പലതും ആദ്യ ആവശ്യത്തിന് കെട്ടുപോയ പലതും ഉണ്ട് ഇതിനകത്ത്. ഓഫീസ് റൂം ഓഫീസ് റൂം ഉണ്ട്. കയറാറൊന്നുമില്ല. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം ചേട്ടാ. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഓഫീസ് റൂമിൽ ഒരു നെറ്റിപ്പട്ടം ഉണ്ട്. അത് ഞാൻ എന്തൊക്കെ നെറ്റിപ്പട്ടം ഉണ്ട്, വാങ്ങിച്ചതല്ലത്. ഉണ്ടാക്കിയതോ? ഞാൻ എന്തൊക്കെയാണത്. എന്നുവെച്ചാ ഉണ്ടാക്കിയെന്ന് വെച്ചാ എന്താ? ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കിയോ? കൈ കൊണ്ട് ഉണ്ടാക്കിയത്. അതെ. ചേട്ടൻ ഇങ്ങനെയുള്ള പല കഴിവുകളുണ്ടോ? അതെ. ചേട്ടനുള്ളിൽ അങ്ങനെ ഭയങ്കരമായ കലാകാരൻ ഉറങ്ങി കിടക്കണ്ടല്ലേ? കുറെ നാള് വീട്ടിൽ വെറുതെ ഇരുന്നല്ലോ. അപ്പൊ കൊറോണ സമയത്തോ? കൊറോണയല്ല, വയ്യാതെ എനിക്ക് വയ്യാണ്ടായപ്പോ അപ്പൊ ഇതെന്തൊക്കെ പഠിച്ചു ഞാൻ. ഇതെന്തൊക്കെ എത്ര പേർക്ക് കൊടുത്തേ? ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെ. അത് അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. അപ്പൊ ഏതായാലും ചേട്ടന്റെ വീടൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അതിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഞാൻ വേറൊന്നും പഠിച്ചില്ല. എനിക്കറിയാം ഒരു വാർദ്ധക്യ കാലത്ത് ഇതുണ്ടാവുള്ളൂ വന്നിരിക്കാനായിട്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം തന്നെ വീടായിക്കണത്. ഓരോ മുക്കും മൂലയും സന്തോഷം കിട്ടണം ചെന്നിരിക്കുമ്പോൾ. എനിക്കതിപ്പോൾ കിട്ടുന്നുണ്ട്. പുറത്തോട്ട് പോകാൻ തോന്നരുത്. ചില വീട്ടിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. എന്തായാലും ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു പോസിറ്റിവിറ്റിയും മനസ്സമാധാനം എനർജി അതുണ്ടാവൂല എന്തായാലും വന്നം. അപ്പോൾ അതാണ് എൻ്റെ ദൈവം. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സമാധാനം. വീട് മാത്രം പോരാ, വീട്ടുകാരും അതുള്ള ആൾക്കാരെ വെക്കണം. എന്നാൽ അപ്പോൾ എനിക്കത് ഒരുപാട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ വന്നതിന് പുറത്തു പോകാൻ തോന്നാറുണ്ട്. ഇത്രയും കൊല്ലം 13 കൊല്ലം ഇല്ല. ഇപ്പം 2009 തുടങ്ങിയാണ്. 14ാമത്തെ കൊല്ലമായി. അതെ, 14ാമത്തെ കൊല്ലമായി. ഞാൻ വളരെ ഹാപ്പിയാണ്. ലാഫിംഗ് വില്ല എന്ന് വെച്ചാൽ സന്തോഷം തന്നെ തരുന്നൊരു വീട് തന്നെയാണ്. അപ്പൊ ദുഃഖങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഒരുപാട് ചിരികൾ ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഏതായാലും വളരെ സന്തോഷം ചേട്ടാ, ഞങ്ങൾ ഈ വീടൊക്കെ കാണാൻ സാധിച്ചില്ല. ചേട്ടനോട് ഇരുന്നിട്ട് പഴയ മറ്റേ ഫുൾ തഗ്ഗടിക്കുന്ന സെലിബ്രേറ്ററിനെ കാണാൻ സാധിച്ചതിൽ. അപ്പൊ ഇനിയിപ്പോ ലാഫിംഗ് വില്ലയിൽ നിന്ന് ഞങ്ങളും അതേ ലാഫോട് കൂടി ചേട്ട പറഞ്ഞു പോകട്ടെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ചേട്ടാ നമുക്ക് എന്നെ കൊണ്ടാക്കിട്ട് വാ ചേട്ടാ. വേണമെങ്കിൽ പോയിക്കോ.